ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുതിയൊരു പോഡ്കാസ്റ്റ് സംരംഭമായിട്ട് വന്നിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ചാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഞങ്ങൾ ലോകത്തെ കാണുന്ന രീതി, ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ആരംഭിച്ച പോഡ്കാസ്റ്റ് ചാനലിന്റെ പേര് വട്ടമേശ സമ്മേളനം എന്നാണ്. അത് ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സ്വന്തം കൂട്ടുകാരെ പോലെ നമ്മളെയും കാണണം, അംഗീകരിക്കണം. ഇതിലൊരു പോഡ്കാസ്റ്റ് ചാനൽ ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ കുറെ കാലം ഞങ്ങൾ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കണ്ടന്റ് ഉൾപ്പെടുത്താം, എത്തരത്തിലുള്ള ഒരു ചാനലായിരിക്കണം, അങ്ങനെയല്ല ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല്, സിനിമ റിവ്യൂസ്, ഡെയിലി റൊട്ടീൻ, അങ്ങനെ പല പല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രസകരമായ ചാനലായിട്ട് മുന്നോട്ട് പോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങിയ റൊമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂയോടുകൂടി നമ്മുടെ ഈ ചാനലിലൂടെ ലോഞ്ച് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്റെ പേര് സോണി ചന്ദ്രൻ. എന്റെ പേര് മനു സാർ. എന്റെ പേര് രൂപേഷ് പീതാംബരൻ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് വട്ടമേശ സമ്മേളനം. അപ്പൊ നമുക്ക് റിവ്യൂ റൊമാൻസിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. നമ്മൾ ഈ സിനിമയ്ക്ക് പോകാൻ പ്രധാനപ്പെട്ട കാര്യം ഈ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ്. വാലന്റൈൻസ് ഡേ മാത്രമല്ല, വേറെ രീതിയിലൊന്നും ഞങ്ങൾക്ക് വളരെ ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. അപ്പോ ആഘോഷത്തിന്റെ മൂഡിൽ ഉള്ള ഒരു സിനിമ തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ശരി. ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ചാനൽ ലോഞ്ചിന് പറ്റിയ ഒരു സിനിമയായിട്ട് ഞങ്ങൾക്ക് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നമുക്ക് കാണാൻ പറ്റിയ ട്രെയിലർ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ റിലീസായി. അപ്പൊ ഈ സിനിമ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രവർത്തിച്ച അവരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണോ അതോ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു ടീം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ടീമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജോ ആൻഡ് ജോ, അതുപോലെ ജേണി എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത അരുൺ ഡി ജോസ് ആണ് ഇതിന്റെ സംവിധാനം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അടുത്തിറങ്ങിയ പ്രേമലു, അത്തരത്തിലുള്ള കുറെ അതേ ടീം തന്നെയാണ്. ഇന്റർവ്യൂകളിലൊക്കെ ഇവര് മാത്യു ഒക്കെ പറയുന്ന പോലെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ആണെന്ന് അവര് പലരും ചോദിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏകദേശം അത് ശരിവെക്കുന്ന തരത്തിലാണ്. അതേ ടീം തന്നെയാണ് ഇതിലും ഉള്ളത്. എനിക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടോ അതിന്റെ യാതൊരു ക്രെഡിറ്റ് തോന്നില്ല. പക്ഷെ അതിനേക്കാൾ മികച്ചത് എന്നുള്ള രീതിയിൽ അല്ലെ കുറച്ചും കൂടി സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു സിനിമ. ഇത് കുറച്ചും കൂടി ലൗഡ് ആയിട്ടുള്ള, ഇതൊരു എക്സ്ട്രീം ആണ്. എല്ലാത്തിന്റെ ഒരു എക്സ്ട്രീം ആണ്. തമാശയുടെ എക്സ്ട്രീം ആണ്. ഒരു ലൗഡ് ആണ് സിനിമ. ത്രൂ ഔട്ട് ലൗഡ് ആണ്. വളരെ കളർഫുൾ ആണ്, എൻഗേജിംഗ് ആണ്. നമ്മൾ ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കില്ല. തുടക്കം മുതൽ നമ്മുടെ വേറെ ലെവലിലേക്ക് വരികയാണ്. അത്തരത്തിലൊരു ഫുൾ ഓൺ ഫൺ ആയിട്ടുള്ള ഒരു സിനിമ നമുക്ക് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കാം. തിയേറ്ററിലേക്ക് പോയി തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇതെല്ലാം. നമ്മളെപ്പോഴും തിയേറ്ററിൽ കയറിയപ്പോഴും ശ്രദ്ധിച്ചില്ലേ, ഫസ്റ്റ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം ഹൗസ്ഫുൾ ലേഡീസ് ഒരുപാട് ഉണ്ടായിരുന്നു. എഴുത്തുകാരൻ തന്നെയാണ് നമ്മുടെ ജോയിൻ ജോയിന്റെയും 18+ അതേ എഴുത്തുകാരും. അത് പറഞ്ഞപ്പോ രവീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവരാണ് സിനിമ എഴുതിയിരിക്കുന്നത്. അവരുടെ പുതിയ തലമുറയുടെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ജെൻസി യുഗത്തിൽ നടക്കുന്ന ഒരു കാര്യം വീഡിയോ ആ പൾസ് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഓഡിയൻസിനെ കയ്യിലെടുക്കേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലാക്കി വളരെ എൻഗേജിങ് ആയിട്ട് ആ സിനിമ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മളാണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു നിമിഷം പോലും ഈ ചേട്ടനെ കാണാണ്ട് പോയി മിസ്സിംഗ് ആയിട്ട് അനിയൻ തിരക്കിടക്കുന്നതാണല്ലോ സിനിമ. അപ്പൊ ആദ്യത്തെ ചേട്ടനെ കാണുന്ന ആദ്യത്തെ കുറച്ചൊരു 10-15 മിനിറ്റ് നമ്മൾ കഥ മനസ്സിലാക്കാൻ ചെറിയൊരു ടെൻഷൻ ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ക്യാരക്ടറും സെക്കൻഡ് ഹാഫ് എത്തുമ്പോ അവരുടെ ക്യാരക്ടർ ഇതുവരെ ഉണ്ടായിരുന്ന ക്യാരക്ടറിന്റെ അപ്പൊ നമുക്ക് ഇതില് അഭിനയിച്ച ആൾക്കാരെ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. മാത്യു തോമസ് ആണ് ബിൻഡോ എന്ന ക്യാരക്ടർ. മാത്യു തോമസിന്റെ സഹോദരനായിട്ട് വരുന്നത് നമ്മുടെ ശ്യാം മോഹൻ ആണ്. സംഗീത് പ്രതാപിന്റെ സിനിമ എന്ന് ശരിക്കും പറയാം അല്ലേ. ഹരിഹര സുധൻ എന്നറിയപ്പെടുന്ന പിന്നെ അർജുൻ അശോകൻ
അതായത് ഇപ്പൊ നമ്മുടെ രംഗണ്ണനെ നായകനാക്കി വെച്ചെങ്കിലും പടം കൊണ്ടുപോയത് നമ്മുടെ അമ്പാൻ. അതുപോലെ തന്നെ രംഗണ്ണൻ ഡൗൺ ആയതുമില്ല. അതേപോലെ ഈ സിനിമയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാത്യു തോമസിന്റെ ബിൻഡോയും ഷിൻഡോയും ആരൊന്നും ഡൗൺ ആയില്ല. പക്ഷെ കഥ കൊണ്ടുപോയത് പണ്ട് തെങ്കാശി പട്ടണത്തില് ദിലീപ് കൊണ്ടുപോയത് പോലെ തന്നെ നായകന്മാരെ ജസ്റ്റ് മാറ്റി നിർത്തി അവൻ സ്ക്രീന് സംഗീതം വരുമ്പോ തന്നെ തിയേറ്ററിലെ ഒരു ചിരിയാണ് എല്ലാവരുടെ കുറിക്കൊള്ളുന്ന കൗണ്ടറുകൾ എക്സ്പ്രഷൻ വാരി വിതറാണ് ഒരു രക്ഷയില്ല. അതുപോലെ കലാഭവൻ ഷാജോന്റെ റീ എൻട്രി എന്നൊക്കെ പറയാം അല്ലേ? അത് ശരിയാ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേഷം അദ്ദേഹത്തിന്റെ. അല്ല, ആ വേഷം ചെയ്യാൻ അങ്ങനെ ഒരാള് വേണം, അങ്ങനെ ഒരു മാസമായിട്ടുള്ള ഒരാള് വേണം. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് പറയാവുന്ന കലാഭവൻ ഷാജോൻ. അതേപോലെ അർജുൻ അശോകനെ നമ്മള് അധികം പറഞ്ഞില്ല. അർജുൻ അശോകൻ പറയാത്തൊരു കാര്യം മുക്കാൽ ഭാഗത്തോളം അർജുൻ അശോകൻ ഡീസന്റ് ആൻഡ് സൈലന്റ് ക്യാരക്ടറാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അത് കഴിയുമ്പോ പിന്നെ അർജുൻ അശോകന്റെ പട്ടം തീരുന്നത് വരെ അവസാനത്തെ ഒരു 20 മിനിറ്റ് അവസാനത്തെ ഒരു 20 മിനിറ്റ് അർജുൻ അശോകൻ രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ട് ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ ബിനു പപ്പു ചെയ്ത SI സുര. നമ്മൾ ആദ്യമൊന്നും ബിനു പപ്പുന് എന്ത് ബിനു പപ്പു ഇങ്ങനെയെന്ന് തോന്നും, പക്ഷെ അവന്റെ ഒരു ക്യാരക്ടർ ആർക്ക് നല്ല രസമായിരുന്നു അല്ലെ? അതോടൊപ്പം നമ്മളെ സെന്റ് എടുപ്പിക്കുന്നതും ഇമോഷണൽ ആക്കുന്നതും സംഭവമാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഞാൻ ആദ്യം പറയാം 10-15 മിനിറ്റ് നമ്മൾ ആ കഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഇമോഷണലും ഇത്തിരി ലേശം സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ സംഭവിക്കുന്നത്. അത് കഴിയുമ്പോ പിന്നെ പടം വേറെ ലെവല്. നമ്മൾ ചിന്തിക്കുന്ന കഥയൊന്നും അല്ല, കണ്ടു തന്നെ മനസ്സിലാക്കണം. അത് ശരിയാണ്. മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാത്തിനും ഒരു ആർക്ക് ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ജേണി ഉണ്ട്, ഒരു കയറ്റിറക്കങ്ങളുണ്ട്, നല്ലൊരു റൈറ്റിംഗ്, എല്ലാം വെൽ ഡിഫൈൻഡ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ആണ് അതിൽ വന്നിരിക്കുന്നത്. ചമൻ അതുപോലെ നമ്മുടെ DOP അഖിൽ ജോസ്, അദ്ദേഹവും ഫോട്ടോഗ്രാഫി കൊണ്ട് നമ്മളെങ്ങനെ ചിരിപ്പിക്കാമെന്നൂടെ പ്രിയദർശൻ കാണിച്ചത്. നമ്മളെങ്ങനെ ചിരിപ്പിക്കാം, ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരാള് ഓടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മുങ്ങിക്കളയുന്നത്, ഇതൊക്കെ നമ്മളെങ്ങനെ ചിരിപ്പിക്കാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി. അതെ, ഈ 90കളിലെ ഒരു സിനിമന്റെ ഒരു സാമ്യത ഇതിലുണ്ട്. കുറെ കാലമായിട്ട് മിസ്സിംഗ് ഉണ്ടായിരുന്ന ഒരു സിനിമ കോമഡികൾ ജഗതിയും അതുപോലെ നമ്മളെ നാട്ടിൽ കുറെ ചിറ്റുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അതൊക്കെ ഇവിടെയും ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്നൊരു. അത് ശരിയാണ്. ആ ഒരു വിടവ് നമ്മുടെ പയ്യന്മാരെ പറയേണ്ടിയിരിക്കുന്നു. ടെക്നിക്കലി ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ളത് എന്തോ അത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിലൊരു ഒരു ഫെസ്റ്റിവൽ മൂഡിലുള്ള സിനിമ ആയതുകൊണ്ട് വളരെ ബ്രൈറ്റ് ആണ്, കളർഫുൾ ആണ് കാര്യങ്ങളൊക്കെ. DOP കളറിങ് അതൊക്കെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ആളാണ് ഇതിൽ മ്യൂസിക് ചെയ്ത ഗോവിന്ദ് വസന്ത്. സിറ്റുവേഷൻ അങ്ങനെ എലിവേറ്റ് ചെയ്തത് കൊണ്ടുവരും പുള്ളിയുടെ മ്യൂസിക് കൊണ്ട്. അങ്ങനെ എടുത്തെടുത്ത് ഉഷാറാക്കി കൊണ്ടുവരാണ്. പവർ പഞ്ച് റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്റെ സംശയമാണ്. ഇത് 1-2 പ്രേമങ്ങളുടെ ഒരു കഥയുണ്ട് ഇതില്. പക്ഷെ ഇത് പ്രേമം പോലെ ഭയങ്കര കഥയുമല്ല. അല്ലല്ലേ? ശരിയല്ലേ? എനിക്ക് തോന്നിയാണ് അല്ല, ആ ഭയങ്കര ഇതില് പ്രേമമുള്ള സെന്റിമെന്റ്സ് ഉണ്ട്, അമ്മയുടെ സെന്റിമെന്റ്സ് ഉണ്ട്, ഒരു ചേട്ടൻ അനിയെന്നുള്ള സെന്റിമെന്റ്സ് ഉണ്ട്. ഒന്നും മെലോ ഡ്രാമയിലേക്ക് കൊണ്ടുപോയിട്ടുമില്ല. കൊടുത്തിട്ട് ഫുൾ പാക്ഡ് ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കയറി ഒരു ഫൺ എന്തായാലും നഷ്ടം പറ്റില്ല. എന്തായാലും ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാന്റെ അടുത്തൊരു വിജയചിത്രമായിരിക്കും. കാരണം ബോറടിച്ച് അല്ലെങ്കിൽ ലാഗടിച്ച് വന്നിട്ടൊരു ഇടയ്ക്ക് ചിരിച്ചിട്ട് ചിരി തീർന്നിട്ടില്ല അപ്പോഴും. മനസ്സിലാക്കാലോ പ്രഷർ എത്രത്തോളം അത് എൻജോയ് ചെയ്ത് കാണുന്ന ഒരു പ്രേക്ഷക സമൂഹമാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഇടയില് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ജൂൺ മാസം മുതൽ ഒരു സ്ട്രൈക്ക്
മലയാളത്തിൽ വിജയ ചിത്രങ്ങൾ വളരെ കുറവാണെന്നാണ് എന്താ രൂപേഷിന്റെ അഭിപ്രായം എന്താണ്? അല്ലെ എന്റെ അഭിപ്രായത്തിൽ അത്തരത്തിലൊരു സമരം ആവശ്യമില്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ടൊരു സിനിമയെ കുറിച്ച് മനസ്സിലാക്കാതെ അതിലേക്ക് ഇറങ്ങി തിരിച്ച പല പ്രൊഡ്യൂസേഴ്സും നടന്മാരുടെ വേതന വർധനമാണ് അവര് പറയുന്നത് ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ ചെറിയൊരു നടൻ പോലും വലിയൊരു വേതനമാണ് ചോദിക്കുന്നതെന്നൊക്കെയാണ് അവര് പറയുന്ന ന്യായങ്ങൾ. വ്യക്തമായിട്ടൊരു എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വലിയ വലിയ നടന്മാരൊന്നും വേണമെന്നില്ല. അതിനൊരു ഉദാഹരണം തീർച്ചയായിട്ടും ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ നിന്നുള്ള അല്ല കാര്യം. വ്യക്തമായിട്ടുള്ളൊരു കഥ തിരക്കഥ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പണി അറിയുന്നവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ താരം വേണമെന്നില്ല. ലോ ബഡ്ജറ്റ് ഇറക്കി തന്നെ നമ്മൾ വിജയം ഉറപ്പിച്ച കാര്യമാണ്. അപ്പൊ പ്രേമലന്റെ കാര്യത്തിലാണെങ്കിലും അത്ര വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ലല്ലോ അതിൽ സൂപ്പർ സ്റ്റാർ അത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. വളർന്നു വരുന്നൊരു താരമാണ്. ഇപ്പൊ ബോളിവുഡിൽ ഏറ്റവും ഹിറ്റായിരിക്കും നിൽക്കുന്നത് നമ്മുടെ മാർക്കമാണ്. മലയാളത്തിലുള്ള മാർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും ബോളിവുഡിലെ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതിനും മേളില് നമ്മുടെ ഒരു മലയാള സിനിമ കില്ലിനേക്ക് ശേഷം കില്ലിനേക്കാൾ വയലൻസ്. അതിനിടയ്ക്ക് വന്നായിരുന്നു. പക്ഷെ ആ ഒരു മൂഡുകൾ, ആ ഒരു റൈഫിൾ ക്ലബ് ഇറങ്ങി ഒരു വയലൻസ് എന്നുള്ള ഒരു സീരീസ് ഓഫ് സിനിമകളിന് ശേഷം സത്യത്തിൽ ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ ഇറങ്ങേണ്ടത് വളരെ ഒരു നമ്മുടെ ഒരു മനസ്സ് തന്നെ. അപ്പോ എന്തായാലും വളരെ ഒരു മികച്ച സിനിമയായി നല്ലൊരു അനുഭവമായിരുന്നു ബ്രൊമാൻസ്. അപ്പോ നിങ്ങൾക്കും അത്തരത്തിൽ തന്നെ ആയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെയും അല്ലാതെ ഞങ്ങളെ അറിയിക്കുക. ഈ കമന്റ്സിലൂടെ ആയിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ സ്വയം തിരുത്താനും എല്ലാം സാധിക്കും. ഞങ്ങളുടെ ഈ ചെറിയൊരു സംരംഭം നല്ല രീതിയിൽ വിജയിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ ബ്രഹ്മോൻസ് എന്ന് പറയുന്ന ഈ പുതിയ സിനിമ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറെ യുവാക്കളുടെ ഒരു സംരംഭമാണ്. വളരെ മികച്ചൊരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ്. എത്രയും മികച്ച രീതിയിൽ ഈ സിനിമയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ കൂടി ഒരു കടമയാണ്. അത്രയൊക്കെ തന്നെയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ചാനലിനെയും കൂടി നിങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഭാവിയിൽ ഇത്തരത്തിലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സിനിമ റിവ്യൂസ്, ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ്, നമ്മുടെ സ്റ്റോറീസ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ ലോഡിംഗ് ആണ്, ഒരുക്കത്തിലാണ്. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി വൈൻഡ് ചെയ്യാം.